ഹായ് ഓൾ, അബിൻ ആർക്കൈവ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനേഡിയൻ പെർമനൻറ്റ് റെസിഡൻസി സീരീസ് എന്ന് പറഞ്ഞ് ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സബ് ടോപ്പിക് ആയിട്ടുള്ള PNBക്ക് വേണ്ട ഡോക്യുമെൻറ്റ് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ശ്രദ്ധിച്ച കുറച്ച് പോർഷൻസും, ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ചില ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചും ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ചും വളരെ ചെറുതായിട്ട് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഈ PNP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൻ്റെ അകത്ത് ഒരു നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് എനിക്ക് 60 ഡേയ്സിനുള്ളിൽ അത് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഇങ്ങോട്ടൊരു നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു, അത് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പോയി 1Key എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈ ഒണ്ടാറിയോ എന്ന് പറയുന്ന പോർട്ടലിൽ നമുക്ക് OINPക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കുറച്ച് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അതെല്ലാം ഞാനിപ്പം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 1Key അക്കൗണ്ട് അല്ലെങ്കിൽ മൈ ഒണ്ടാറിയോ അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് OINP എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ പണ്ടുണ്ടായിരുന്ന 1Key എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ആയിരുന്നു, അതിലോട്ട് തന്നെയാണ് നമ്മൾ ലോഗിൻ ആകുന്നത്. അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ സെക്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. ആദ്യമേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിസ്റ്റൻസ് വിത്ത് ആപ്ലിക്കേഷൻ, ജനറൽ ഇൻഫർമേഷൻ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇതിനെക്കുറിച്ചെല്ലാം ഞാനിപ്പം പറയാം. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് അസിസ്റ്റൻസ് വിത്ത് ആപ്ലിക്കേഷൻ. ഞാൻ ചെയ്തത് എൻ്റെ OINPൻ്റെ ആപ്ലിക്കേഷൻ ഫുള്ള് ചെയ്തത് ഞാൻ തന്നെയാണ് ചെയ്തത്. എൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാണ്ട് ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ലീഗൽ അഡ്വൈസ്. ആദ്യമേ അസിസ്റ്റൻസ് വിത്ത് ആപ്ലിക്കേഷൻ്റെ അകത്ത് ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും അസിസ്റ്റൻസ്, എന്തെങ്കിലും സഹായം വെച്ചിട്ടാണോ ഈ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ അല്ലെങ്കിൽ ലോയർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ യെസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ നോ കൊടുത്തു. വേറെ ആരും എനിക്ക് ഈ ആപ്ലിക്കേഷൻ അസിസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. ഞാൻ നോ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ ഇൻഫർമേഷൻ. ഈ ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ നമ്പറും ജോബ് സീക്കർ വാലിഡേഷൻ കോഡും. ഇത് രണ്ടും നമ്മുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ റിസീവ്ഡ്, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് ഒരു നമുക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൻ്റെ അകത്തൊരു ഡോക്യുമെൻ്റ് മെയിലായിട്ട് അന്ന് തന്നെ കിട്ടും. എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു അന്ന് തന്നെ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൻ്റെ അകത്ത് മെസ്സേജ് ആയിട്ട് കിടക്കും. ആ PDF എടുത്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ രണ്ട് ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് കാണും. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ നമ്പറും പിന്നെ ജോബ് സീക്കർ വാലിഡേഷൻ കോഡും. ഈ രണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ സെക്ഷനിൽ എൻ്റർ ചെയ്തിടുക. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ നമ്പറും ജോബ് സീക്കർ വാലിഡേഷൻ കോഡും. ഇത് രണ്ടും കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ഒരു മിസ്റ്റേക്കും വരുത്താൻ പാടില്ല. ഈ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എക്സാക്റ്റ് ആയിട്ട് കോപ്പി ചെയ്ത് അങ്ങോട്ട് തന്നെ ഇടുക. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കൻ്റ് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ഫുൾ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് ഇവർക്ക് വേണ്ടത്. അന്നേരം അതിൻ്റെ അകത്ത് ജനറിക്കാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, പിന്നെ അതർ നെയിംസ്, വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ കൺട്രി ഓഫ് ബർത്ത്, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്. ഇതെല്ലാം എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണോ നിങ്ങളുടെ പാസ്പോർട്ടിലുള്ളത് അത് എക്സാക്റ്റ് ആയിട്ട് ഒരു പുള്ളി ഒരു കോമ പോലും മാറ്റാണ്ട് അതേപടി എൻ്റർ ചെയ്യുക. ഇപ്പം എൻ്റെ സ്ഥലം പറയും ഇരിട്ടി കോമ കണ്ണൂരാണ്, അന്നേരം ഒരു കോമ ഉണ്ടെങ്കിൽ കോമ അതേപോലെ തന്നെ ഇടുക. അല്ലാണ്ട് ഒരു സാധനം അതിൻ്റെ അകത്ത് മാറാൻ പാടില്ല. പിന്നെ പിന്നെ ബാക്കി കൺട്രി ഓഫ് റെസിഡൻസ്, പിന്നെ പാസ്പോർട്ടിൻ്റെ നമ്പർ, ഇതെല്ലാം ആ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് എക്സാക്ട്ലി എന്താണോ അതേപടി തന്നെ ഒരു സാധനം പോലും മാറ്റാണ്ട് അതേപടി ഇടുക. പിന്നെ കോൺടാക്ട് ഇൻഫർമേഷൻ, ഇതെല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ, നിങ്ങളുടെ സെൽഫോൺ നമ്പർ, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു സെൽഫോൺ നമ്പർ, കാനഡ ഉള്ളവരാണെങ്കിൽ കാനഡയുള്ള നമ്മുടെ നമ്പർ എക്സാക്ട്ലി അതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സും കറക്റ്റ് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതിലോട്ട് മാത്രമേ നിങ്ങളെ കോൺടാക്ട് ചെയ്യത്തുള്ളൂ. അന്നേരം ആ ഇൻഫർമേഷൻസ് പക്കയായിട്ട് കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കുക. കറണ്ട് റെസിഡൻഷ്യൽ അഡ്രസ്സ്, നിങ്ങൾ ഇവിടെ കാനഡ വന്ന് പല സ്ഥലത്ത് താമസിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ ഈ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഈ താമസിക്കുന്ന സ്ഥലം എക്സാക്ട്ലി എന്താണോ അതേ ഡീറ്റെയിൽസ് എക്സാക്റ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഏത് അഡ്രസ്സാണോ എക്സാക്ട്ലി കിടക്കുന്നത് അത് തന്നെ എക്സാക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇതിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ട് ഇവർക്ക് അയക്കണമെങ്കിൽ ഈ അഡ്രസ്സേ അവർക്ക് റെഫറൻസ് ആയിട്ടുള്ളൂ. അന്നേരം അത് കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് സിമ്പിളാണ്. പ്രിഫേർഡ്
ലാംഗ്വേജ് ഓഫ് കറസ്പോണ്ടൻസ് ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്, നേറ്റീവ് ലാംഗ്വേജ് മലയാളം. പിന്നെ അതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. പിന്നെ ഇമിഗ്രേഷൻ ഇൻഫോർമേഷൻ, ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് വേറൊരു കാര്യം. ഇമിഗ്രേഷൻ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡു യു ഹാവ് ലീഗൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ കാനഡ, അതായത് നിങ്ങൾക്കിപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ഒരു എന്നാ പറയുക ക്ലോസ്ഡ് വർക്ക് പെർമിറ്റോ എന്താണോ ഉള്ളത്, വർക്ക് പെർമിറ്റ് എന്തെങ്കിലും ഒരു ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുക. ഇപ്പം ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൽ എക്സ്പയർ ആയിട്ടുള്ളതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഉണ്ടോ, എന്താണ് നിങ്ങളുടെ വാലിഡ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ, ലീഗലായിട്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇൻഡിക്കേറ്റ് യുവർ കറണ്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, നിങ്ങളുടെ കറണ്ട് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് കറക്റ്റ് കൊടുക്കാം. ഇതിൻ്റെ അത് കൊടുത്തേക്കുന്ന മെയിൻറ്റെയിൻഡ് ഓർ ഇംപ്ലൈഡ് സ്റ്റാറ്റസ്, സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ വിസിറ്റർ അല്ലെങ്കിൽ വർക്കർ. ഞാൻ അന്നേരം എൻ്റെത് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം വർക്ക് പെർമിറ്റിലായിരുന്നു, അന്നേരം വർക്കർ എന്ന് കൊടുത്തു. പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ് വെർ ഇഷ്യൂഡ്, ഞാൻ പറഞ്ഞു വർക്ക് പെർമിറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഉണ്ട്, വർക്ക് പെർമിറ്റ് പിന്നെ സപ്പോർട്ടഡ് ബൈ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് LMIA, പിന്നെ അല്ലെങ്കിൽ അതർ എന്നൊരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇതിന് ശേഷം അവർ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയന്റ് നമ്പർ, നിങ്ങളുടെ ക്ലയന്റ് നമ്പർ ഇവർ ചോദിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഡീറ്റെയിൽ ആണ്. ഈ ക്ലയന്റ് ID എന്ന് പറയുന്ന സംഭവം, ക്ലയന്റ് ID നമ്പർ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന സാധനം നമ്മുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റിൻ്റെ അകത്ത് ക്ലയന്റ് നമ്പർ ഉണ്ട്, യുണീക്ക് ക്ലയന്റ് ID എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, അല്ലെങ്കിൽ ക്ലയന്റ് ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഈ OINPൻ്റെ വെബ്സൈറ്റ് തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതിൻ്റെ സൈഡിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേ അവരിങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ ഡോക്യുമെൻ്റ് വേണ്ടേ എന്ന് പറയും. പക്ഷേ എങ്കിൽ കൂടെ അതിൻ്റെ അകത്തും ചില കാര്യങ്ങൾ കൺഫ്യൂസിങ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഓടിച്ചു വിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ക്ലയന്റ് ID നമ്പർ എന്താണോ അത് കൊടുക്കുക. നിങ്ങളുടെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണും. അല്ലെങ്കിൽ IRCCൻ്റെ നമ്മുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണും. ഈ ക്ലയന്റ് ID കോപ്പി ചെയ്ത് എക്സാക്ട്ലി എന്താണോ അത് അതേ ഇവിടെ കൊടുക്കുക. പിന്നെ എക്സ്പയറേഷൻ ഡേറ്റ് ഓഫ് കറണ്ട് IRCC ഡോക്യുമെന്റ്, എൻ്റെ വർക്ക് പെർമിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അന്നേരം വർക്ക് പെർമിറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണ് എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഹാവ് യു ഓർ ഹാസ് യുവർ സ്പൗസ് ഓർ കോമൺ ലോ പാർട്ട്ണർ ഓർ എനി അതർ ഡിപ്പെൻഡൻറ്റ് ever submitted or been included in an application for permanent residence to Immigration, Refugees and Citizenship Canada? PR-ന് എന്തെങ്കിലും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് നോയാണ് കൊടുത്തത്. കാരണം ഞാൻ ഇതിനു മുന്നേ വന്നിട്ടില്ല. ഞാൻ സ്റ്റഡി പെർമിറ്റ് വന്നു, വർക്ക് പെർമിറ്റ് കയറി, അത് കഴിഞ്ഞിട്ടാണ് PR-ന് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് നോ എന്ന ഓപ്ഷൻ തന്നെയാണ് ഞാൻ എക്സാക്ട്ലി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാവ് യു ഓർ യുവർ സ്പൗസ് ഓർ കോമൺ ലോ പാർട്ട്ണർ എന്താ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് ഇതിനു മുന്നേ എവിടെയെങ്കിലും ഒണ്ടാറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊവിൻസിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. അതും ഞാൻ നോ തന്നെയാണ് കൊടുത്തത്. പിന്നെ ഏതെങ്കിലും വേറെ ആപ്ലിക്കേഷൻ ഇൻ പ്രോസസ് വിത്ത് ഒണ്ടാറിയോ ഇമിഗ്രേഷൻ നോമിനി പ്രോഗ്രാം. ഹാവ് യു സബ്മിറ്റഡ് അനദർ ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് സ്റ്റിൽ ഇൻ പ്രോസസ് വിത്ത് ഒണ്ടാറിയോ ഇമിഗ്രേഷൻ നോമിനി പ്രോഗ്രാം. ഈ OINPക്ക് തന്നെ വേറെ ആപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞു പല സ്ട്രീംസ് ഉണ്ട്. ഞാൻ പറയുന്നത് സ്കിൽഡ് ട്രേഡ്സിൻ്റെതാണ്, എനിക്ക് വന്നതാണ് ഞാൻ പറയുന്നത്. അതേപോലെ നമുക്ക് അങ്ങനെ വേറെ ഏതെങ്കിലും സ്ട്രീമിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ അത് പ്രോസസ്സിങ്ങിലാണോ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ അന്നേരം അതിന് കൊടുത്ത നോ, ഞാൻ ഇതിനു മുന്നേ ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന്. ഇതിൻ്റെ അകത്ത് അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഈ കൊടുക്കുന്ന ഓരോ ഡോക്യുമെൻസിനും എല്ലാ ഡോക്യുമെൻസും എന്താണേലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അന്നേരം ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് അവരങ്ങനെ ചോദിക്കാറില്ല. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് വേണ്ടത് മാത്രം കൊടുക്കുക. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോഴാണേലും ഓവറാക്കി കൊടുത്ത് നമ്മൾ കൂടുതൽ പ്രശ്നമാക്കാത്തതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അവർക്ക് ഇങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാണരുത്. വേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എഡ്യൂക്കേഷൻ ഹിസ്റ്ററി, അതിൻ്റെ അകത്ത് വാട്ട് ഈസ് യുവർ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ ബാച്ചിലേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് ആണ്, അന്നേരം ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കൊടുത്തു. പിന്നെ ലിസ്റ്റ് ഓൾ യുവർ സെക്കൻഡറി ആൻഡ് പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓർ അൺപെയ്ഡ് അപ്രന്റിഷിപ്സ് എന്ന് വെച്ചാൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റിനിയൽ കോളേജിൽ ഞാനൊരു അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു. അതിനുശേഷം നാട്ടിൽ പഠിച്ച എഞ്ചിനീയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, എഞ്ചിനീയറിംഗ് ഏതാണ് ബാച്ചിലേഴ്സ് ചെയ്തത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. ഈ രണ്ട് ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷമാണ് അടുത്ത ടോപ്പിക്കാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് IELTS അല്ലെങ്കിൽ സെൽപിപ്പ് അല്ലെങ്കിൽ
ഏതെങ്കിലും ലാംഗ്വേജ് കോഴ്സ് നമുക്ക് എക്സാംസ് എഴുതാം. അന്നേരം ഈ പ്രൊഫഷൻസി ടെസ്റ്റിൻ്റെ നമ്മുടെ സ്കോർ എത്രയാണെന്ന് ഇതിൻ്റെ അകത്ത് എക്സാക്ട്ലി എൻ്റർ ചെയ്യണം. ഞാൻ സെൽപിപ്പാണ് ചെയ്തത്. സെൽപിപ്പ് ചെയ്തപ്പം അതിൻ്റെ ഡേറ്റ് എക്സാക്ട്ലി കൊടുത്തു. അതിൻ്റെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ഉണ്ട്. ഡേറ്റ് ഓഫ് ടെസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ മെസ്സേജ് അല്ലെങ്കിൽ മെയിലിൻ്റെ അകത്ത് എക്സാക്ട്ലി കാണും എന്നാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് നടന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് എന്താണെന്ന് ഓർത്ത് വെക്കുക. അത് എക്സാക്ട്ലി കൊടുത്തു. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ, വർക്ക് ഹിസ്റ്ററി. ഈ സംഭവം നമ്മൾ കൊടുക്കുമ്പം നമ്മുടെ നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു, നമ്മുടെ ഏതിലാണ് നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് വന്നത് എല്ലാം നോക്കി കറക്റ്റ് ഡീറ്റെയിൽസ്, നിങ്ങൾ വർക്ക് ചെയ്ത എക്സാക്ട്ലി ഡേറ്റ്, NOC കോഡ് എല്ലാം കറക്റ്റ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഹവേഴ്സ് ഓഫ് വർക്ക്, ഞാൻ എൻ്റെ ഇത് കറണ്ട് ജോബാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെൻ്റെ കറണ്ട് ജോബാണ് എന്നാണ് ഞാൻ കൊടുത്തത്. അന്നേരം അതിൻ്റെ അകത്ത് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡു യു ഹാവ് എ വാലിഡ് വർക്ക് പെർമിറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ്? യെസ് എന്ന് വെച്ചാൽ എനിക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. വാസ് യുവർ വർക്ക് എക്സ്പീരിയൻസ് ഇൻ സ്കിൽ ട്രേഡ് ദാറ്റ് റിക്വയർസ് എ മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ഓർ ലൈസൻസ് ഇൻ ഒണ്ടാറിയോ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പലരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. ഈ ഒണ്ടാറിയോയിൽ നമുക്ക്, ഒണ്ടാറിയോ എന്ന് പറയുന്ന പ്രൊവിൻസിൽ ചില സ്കിൽഡ് ട്രേഡ്സ് ലൈസൻസ് ഇല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈസൻസ് വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഈ റെഡ് സീൽ ലൈസൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ലൈസൻസ് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. അന്നേരം ആ ലൈസൻസ് ഉണ്ടായിരുന്നോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു നോ, എനിക്ക് ആ ലൈസൻസിൻ്റെ ആവശ്യമില്ല, അത് മാൻഡേറ്ററി അല്ല, വോളണ്ടറി ആണ്, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. പക്ഷേ അത് ശ്രദ്ധിക്കണം, നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടായിരിക്കണം. ലൈസൻസ് വേണോ വേണ്ടയോ എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കേസിൽ എനിക്ക് ലൈസൻസ് വേണ്ടായിരുന്നു, അതുകൊണ്ട് നോ കൊടുത്തു. ഡു യു ഹാവ് എ വാലിഡ് സർട്ടിഫിക്കറ്റ് ഓർ എ ലൈസൻസ് ഫ്രം സ്കിൽ ട്രേഡ്സ് ഒണ്ടാറിയോ ഫോർ ദിസ് വർക്ക് എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ലൈസൻസിൻ്റെ വാലിഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല. അന്നേരം ഞാൻ അവിടെ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ അവിടെയും നോ തന്നെയാണ് കൊടുത്തത്. 2 സെക്ഷൻസിൽ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിൽ രണ്ടും ഞാൻ നോ തന്നെയാണ് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹവേഴ്സ് പെർ വീക്കും പിന്നെ NOC കോഡും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ജോബ് ടൈറ്റിലും കറക്റ്റ് ആണ്, നിങ്ങൾ എക്സാക്റ്റ് ആണ് കൊടുക്കുന്നത് എന്ന് ഉറപ്പ് വരിക. ഓഫർ ലെറ്ററിലുള്ളതും ഇതും മാച്ചിങ് ആയിരിക്കണം. പലതും പലതായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അടുത്ത മെയിൻ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് 10 വർഷം എന്താ ചെയ്തേ എന്ന ചരിത്രം വരെ ഇവർ അന്വേഷിക്കുമെന്ന് തമാശയ്ക്കാണേലും പറയുമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ 10 വർഷത്തേക്ക് എഡ്യൂക്കേഷനും പെയ്ഡ് വർക്കും അല്ലാണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ചോദിക്കുന്നുണ്ട്. ഡു യു ഹാവ് എനി അതർ ആക്ടിവിറ്റീസ് എക്സ്ക്ലൂഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് പെയ്ഡ് വർക്ക് ഹിസ്റ്ററി ഇൻ ദ ലാസ്റ്റ് 10 years? അന്നേരം ഈ ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിലൊക്കെ പറയേണ്ട കാര്യങ്ങളാണ് ഇത്. എൻ്റെ കേസിൽ 2019 ഞാൻ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം എനിക്ക് IELTS പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം വന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ ട്രാവൽ റെസ്ട്രിക്ഷൻ എന്നും പറഞ്ഞ് നമ്മൾ 1 വർഷത്തോളം ഏകദേശം ഡിസംബർ വരെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ആ പീരീഡിൽ എന്താ ചെയ്തതെന്ന് എക്സാക്ട്ലി ഞാൻ ഡേറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ് ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഈ പോകുന്നത് വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാനൊരു പാരഗ്രാഫായിട്ട് എഴുതി വിട്ടു. എന്ന് വെച്ചാൽ ഇനിഷ്യലി ഞാൻ IELTSന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു, ഡോക്യുമെൻറ്റ്സ് ഗ്യാദർ ചെയ്യുകയായിരുന്നു, വിസയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയായിരുന്നു. പിന്നെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഡിലേ വന്നതും വിസ ട്രാവൽ റെസ്ട്രിക്ഷൻ വന്നതും എല്ലാം കൂടെ ഇട്ട് ഡിസംബർ 28 2020 ഞാൻ കാനഡ ലാൻഡ് ചെയ്തു എന്ന് വരെ ഞാൻ എക്സാക്ട്ലി കൊടുത്തു. എന്നിട്ട് അത് എവിടെയായിരുന്നു എന്നുള്ള ലൊക്കേഷൻ വരെ ചോദിക്കുന്നുണ്ട്. സിറ്റി ഓർ ടൗൺ എവിടെയായിരുന്നു നിങ്ങളുണ്ടായിരുന്നത്? ഞാൻ കണ്ണൂരായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം കൺട്രി ഓഫ് വിസിറ്റ് വേർ ദ ആക്ടിവിറ്റി ടുക്ക് പ്ലേസ് അങ്ങനെ ഉണ്ട്. അന്നേരം ഇന്ത്യ തന്നെയായിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്തതോ ലൈക്ക് പെയ്ഡ് വർക്ക് അല്ലാണ്ടോ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എക്സാക്ട്ലി ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിൻ്റെ അകത്ത് അടുത്ത കോളോ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത സെക്ഷനായിട്ട് ഇങ്ങനെ കുറേ സെക്ഷൻസ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 10 വർഷത്തെ നിങ്ങൾ ഈ കാര്യം ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അടുത്ത ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻഷൻ ടു റിസൈഡ് ഇൻ ഒണ്ടാറിയോ. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ആയിട്ട് ഫുൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ തന്നെ ഇവിടെ പിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമുക്കുള്ളത്. ഈ ഫാമിലി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡു യു ഹാവ് എനി ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഞാൻ മാരീഡ് അല്ല, അതുകൊണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് കൂടുതൽ ആൻസർ ചെയ്യേണ്ടി വന്നില്ല. നോ എന്ന് പറയുന്ന ഒറ്റ ഒരു ആൻസറേ
കൊടുത്തു, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് ഫണ്ട്സ് എന്നാണ് ഒരു സെക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് യുവർ സെൽഫ്, എത്ര പേര് ഉണ്ട് എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കേസിൽ നിങ്ങൾ IRCCൻ്റെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാന്ന് വെച്ചാൽ ഇവരിങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ സെറ്റിൽമെൻറ്റ് ഫണ്ട്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാനൊരു ഉള്ള എമൗണ്ട് എത്രയാണോ അക്കൗണ്ട് അതങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. അന്നേരം IRCC വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര എമൗണ്ട് എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം എന്നൊരു ഇൻഫർമേഷൻ ഇവർ തന്നിട്ടുണ്ട്. അന്നേരം ആ ഒരു ഡീറ്റെയിൽസ് നോക്കി എത്രയാണോ വേണ്ടത് എന്ന് കൊടുത്തു. ഇതിപ്പം ഓരോ തവണയും ചേഞ്ച് വരുന്നുണ്ട്. ഈ സെറ്റിൽമെൻറ്റ് ഫണ്ട്സിൻ്റെ ഇഷ്യൂ കാരണം കുറേ പേരുടെ ചിലവരുടെ ഒക്കെ റിജക്റ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്കറിയത്തില്ല. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു അന്നേരം ഒരു എമൗണ്ട് കാണിച്ച് അതിൻ്റെയും പ്രൂഫ് കൊടുക്കാനുണ്ട്, അതും കൂട്ടിയാണ് ഞാൻ കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എന്ന് വെച്ചാൽ ലേണിംഗ് അബൌട്ട് OINP. ഈ OINPനെ കുറിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് അറിഞ്ഞത്, അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ് എന്നൊരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അന്നേരം അത് ജസ്റ്റ് ഒരു എന്നാ പറയുക, ഈ സർവേ പോലെ ഇട്ടേക്കുന്നത്, അതെന്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനത് OINP വെബ്സൈറ്റ് എന്നും പറഞ്ഞാണ്. ഇനിയുള്ളത് നമ്മൾ ഈ കൊടുത്ത ഇൻഫർമേഷൻ എല്ലാം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ ഡോക്യുമെൻസിൻ്റെ എല്ലാം പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. അന്നേരം റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ്റെ അകത്ത് ആദ്യമേ തന്നെ ചോദിക്കുന്നത് ആപ്ലിക്കൻ്റ് കൺസെൻറ്റ്. അത് നമ്മുടെ കൺസെൻറ്റ് ഫോം എന്ന് പറഞ്ഞൊരു സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഇൻഫോ നേരത്തെ നമ്മൾ കൊടുത്തതാണ്. പിന്നെ നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ഒണ്ടാറിയോ. ഈ നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ഒണ്ടാറിയോ വരുമ്പോൾ നമുക്കൊരു മെയിൽ വരും, ഒണ്ടാറിയോയ്ക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ ഈ പ്രൊഫഷൻ ഡിമാൻഡിലുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞൊരു PDF നമ്മുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ്. പിന്നെ ഒരു ഫോട്ടോഗ്രാഫ്, അതിൻ്റെ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങൾ OINPൻ്റെ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒണ്ടാറിയോ PNPക്ക് അല്ലെങ്കിൽ ഇതിന് വേണ്ട ഫോട്ടോ റിക്വയർമെൻറ്റ്സ് എക്സാക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പ്രോ പാസ്പോർട്ട് അല്ലെങ്കിൽ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട്, ഇങ്ങനെ 2-3 നമുക്ക് കാനഡയിൽ തന്നെ കുറേ സ്റ്റോർസ് ഉണ്ട്. അവരുടെ കയ്യിൽ ഓൾറെഡി ടെംപ്ലേറ്റ് ഉണ്ട്. ഷോൾഡർ ഇങ്ങനെ വേണോ, നേരെ നിൽക്കണോ, വെല്ലിറ്റാണോ, എങ്ങനെയൊക്കെ വേണമെന്ന് എക്സാക്ട്ലി അവരുടെ കയ്യിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അന്നേരം അവിടെ ചെല്ലുക, ഒരു ഫോട്ടോ എടുക്കുക, ജസ്റ്റ് അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ പാസ്പോർട്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. പാസ്പോർട്ടിൻ്റെ അകത്തെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പേജസിൻ്റെയും കോപ്പി എടുത്തു. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയുള്ള എല്ലാ പേജസിൻ്റെയും കോപ്പി എടുത്തു. ഇത് ഞാൻ ചെയ്യാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് ചെയ്ത സമയത്ത് പാസ്പോർട്ടിലെ ഒരു പേജ് എന്തോ മിസ്സായിപ്പോയി. അന്നേരം അതിൻ്റെ കേസിൽ അവനെന്തോ റിജക്ഷനോ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നായിരുന്നു. എക്സാക്ട്ലി ഡീറ്റെയിൽസ് അറിയില്ല. അവൻ അന്ന് പറഞ്ഞാൽ നീ കൊടുക്കുമ്പം ഡോക്യുമെൻസിൻ്റെ എല്ലാ പേജും കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ പറഞ്ഞേക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് പേജ് ഓഫ് പാസ്പോർട്ട് എന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും മാത്രം മതി. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് തൊട്ട് ലാസ്റ്റ് എൻഡ് പേജ് വരെയുള്ള ഫുൾ ഡോക്യുമെൻസിൻ്റെ ഒരു കോപ്പി, ലൈക്ക് സ്കാൻഡ് കോപ്പി ഞാൻ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ സൈഡിൽ നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തിടാൻ പറ്റും. ഞാൻ അന്നേരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് പാസ്പോർട്ട് വിത്ത് ഓൾ ദ പേജസ് എന്നും പറഞ്ഞ് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ടും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ IRCC. ഈ IRCC നമുക്ക് ഇഷ്യൂ ചെയ്തേക്കുന്ന എല്ലാ സ്റ്റാറ്റസ് ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ കേസിൽ സ്റ്റാറ്റസ് ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡറിൽ ഓർക്കുവാണെങ്കിൽ സ്റ്റഡി പെർമിറ്റ് ഉണ്ട്. സ്റ്റഡി പെർമിറ്റ് പഠിച്ചതിന് ശേഷം പിന്നെ വർക്ക് പെർമിറ്റായി. വർക്ക് പെർമിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് TRV, ടെമ്പററി റെസിഡൻറ്റ് വിസ, ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് മേടിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ടെമ്പററി റെസിഡൻറ്റ് വിസ മേടിച്ചുകൊണ്ട് പിന്നെ സ്റ്റഡി പെർമിറ്റിൻ്റെ സമയത്ത് നമുക്ക് ഒരു വിസ കിട്ടിയിട്ടുണ്ട്, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് അപ്ലൈഡ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ഇത് കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ട്. 3 മാസമൊക്കെ എടുക്കുമ്പം നമ്മൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ഡോക്യുമെൻ്റ് തരും, നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഇംപ്ലൈഡ് സ്റ്റാറ്റസിലാണ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഓതറൈസേഷൻ ഞങ്ങൾ തന്നിട്ടുണ്ട് എന്നും പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അന്നേരം അതും കൂടെ കൂട്ടിക്കൊടുത്തു. എന്തൊക്കെ എനിക്ക് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയോ എല്ലാ സാധനവും ഞാൻ അതിൻ്റെ അകത്ത് തന്നെ അപ്ലോഡ് ചെയ്തു. ഒറ്റ ഡോക്യുമെൻ്റ് ആയിട്ടല്ല ഞാൻ ചെയ്തത്. എനിക്ക് അന്നേരം ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചില സെക്ഷൻസിൽ അന്നേരം ഓപ്ഷൻ ഇല്ല. അന്നേരം എല്ലാം കൂടെ ഞാൻ മെർജ് ചെയ്ത് സിംഗിൾ ഡോക്യുമെൻ്റ് ആയിട്ടാണ് അന്ന് കൊടുത്തത്. അന്നേരം ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ്, പിന്നെ ടെമ്പററി റെസിഡൻറ്റ് വിസ, സ്റ്റഡി പെർമിറ്റിൻ്റെ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തത്, പിന്നെ
അപ്ലൈഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് ആ ഡിലേ ഉള്ള സമയത്ത് കിട്ടിയ ഡോക്യുമെന്റ് അത് 3 ഞാൻ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് കമൻസിൽ ഓരോന്നിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടു എന്തൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടേക്കുന്നത്. അന്നേരം അതാണ് സ്റ്റാറ്റസ് ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് ബൈ IRCC ഓർ CBSA എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ കൊടുത്തത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ്. അതിന് സെൽപിപ്പിൻ്റെ എൻ്റെ സ്കോർ കാർഡ് ഞാൻ എക്സാക്ട്ലി അതേപടി അങ്ങ് കൊടുത്തു. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് എക്സാക്ട്ലി അതേപടി അപ്ലോഡ് ചെയ്ത് ആ ഫോട്ടോ അടക്കം ഫുള്ള് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വർക്ക് ഹിസ്റ്ററി എന്നും പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് റെസ്യൂമേ കൊടുത്തു. റെസ്യൂമേ കൊടുത്തപ്പോൾ എൻ്റെ 2023 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റെസ്യൂമേ തന്നെയാണ് ഞാൻ എക്സാക്ട്ലി അത് തന്നെ കൊടുത്തു. പിന്നെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ PR-ന് വേണ്ട എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ ഇതിനു വേണ്ടി എംപ്ലോയ്മെൻറ്റ് ലെറ്റർ മേടിച്ചായിരുന്നു. ഈ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തു. എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ തന്നപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ബോസ് പറഞ്ഞതനുസരിച്ച് ഇമിഗ്രേഷൻ ഓഫീസറിനെ അഡ്രസ്സ് ചെയ്ത് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ഇവിടുത്തെ പെർമനൻറ്റ് എംപ്ലോയി ആണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത് എക്സാക്ട്ലി ഫുൾ ടൈം എംപ്ലോയി ആണ്, ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് പെർമനൻറ്റ് എംപ്ലോയി ആണ് എന്ന രീതിയിൽ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ സാധാ സ്റ്റാൻഡേർഡ് എങ്ങനെയാണോ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ മേടിക്കുക. പിന്നെ നോട്ടീസ് ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞ ആ ഡോക്യുമെന്റിന്റെ നോട്ടീസ് ഓഫ് അസസ്മെന്റ്, അതായത് ടാക്സ് അടച്ചു കഴിയുമ്പോൾ നമ്മൾ ടാക്സ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോട്ടീസ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് കിട്ടും. ആ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. നമ്മൾ ഏത് വർഷമാണ് ഇപ്പോൾ PR-ന് ഇപ്പോൾ ഈ കൊല്ലം അപ്ലൈ ചെയ്യുന്നത് 2024 അല്ലെങ്കിൽ 2025 ടാക്സ് ഡോക്യുമെന്റിൻ്റെ അകത്ത് നോട്ടീസ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതും ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്തതിന് ഒരു പ്രൂഫാണ് നിങ്ങളുടെ ടാക്സ് ഡോക്യുമെന്റ്സ്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, സാലറി ഡിപ്പോസിറ്റും എല്ലാം കൂടെ ഒന്നിച്ച് ഞാനൊരു PDF ആക്കുകയാണ് ചെയ്തത്. അതായത് 3 മാസത്തെ ജോലി തുടങ്ങിയ 3 മാസത്തെയും പിന്നെ PR-ന് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ 3 മാസം, PNBക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ 3 മാസത്തെയും പേ സ്റ്റബും ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഞാൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് ഞാൻ ഈ പേ സ്റ്റബിൽ എൻ്റെ സാലറി ഇങ്ങനെ അക്കൗണ്ടിലോട്ട് കയറുന്നതെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടു. ഓഫീസർ നോക്കുമ്പോൾ നമ്മുടെ സാലറി ക്രെഡിറ്റ് ആകുന്നുണ്ടെന്ന് കാണണം. അതേപോലെ തന്നെ നമ്മുടെ പേ സ്റ്റബ്സും എക്സാക്ട്ലി വേണം. പിന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേ സ്റ്റബും എക്സാക്ട്ലി ഞാൻ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേ സ്റ്റബ് 3 മാസത്തെ, സ്റ്റാർട്ടിങ്ങിലെ 3 മാസത്തെയും എൻഡിലെ 3 മാസത്തെയും പിന്നെ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള 3 മാസത്തെയും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ ഫ്രണ്ട് ചെയ്തേക്കുന്ന പുള്ളി ഫുൾ പേ സ്റ്റബ്സ് ഏതൊക്കെ കിട്ടിയോ അത് മൊത്തം അങ്ങ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അന്ന് ചെയ്തത്. പിന്നെ ട്രേഡ് സർട്ടിഫിക്കേഷൻ, ഇഫ് മാൻഡേറ്ററി അല്ല, മാൻഡേറ്ററി ആണ് ഇഫ് ആപ്ലിക്കബിൾ. എൻ്റെ കേസിൽ ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. പിന്നെ സെറ്റിൽമെന്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം. എല്ലാ വർഷത്തെയും വെബ്സൈറ്റ് ലൈക്ക് ഇതിൻ്റെ എമൗണ്ട് ചേഞ്ചിങ് ആണ്, ചിലപ്പോൾ അത് കാണിക്കേണ്ടി വരും. അന്നേരം ഞാൻ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ അകത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഒരു അപ്ലോഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ പേ സ്റ്റബ്, എംപ്ലോയ്മെന്റ് ലെറ്ററും അതിൻ്റെ അകത്ത് ഞാൻ സെറ്റിൽമെന്റ് ഫണ്ട്സിന് ഒരു ഇതും കൂടെ കൊടുത്തു. എൻ്റെ എംപ്ലോയ്മെന്റ് ലെറ്ററും എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പേ സ്റ്റബ്സും കൊടുത്തു. എനിക്ക് സെറ്റിൽ ചെയ്യാൻ എനിക്ക് എൻ്റെ എംപ്ലോയ്മെന്റ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പേ സ്റ്റബ്സും ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു സാധനം ഞാൻ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്യൂമേ. എൻ്റെ 2023 വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ റെസ്യൂമേ ഞാൻ എക്സാക്ട്ലി അത് തന്നെ കൊടുത്തു. ഇൻറ്റൻഷൻ ടു റിസൈഡ് ഇൻ ഒണ്ടാറിയോ എന്ന് പറഞ്ഞത് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ് ടു റിസൈഡ് ഇൻ ഒണ്ടാറിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തു. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ പ്രൂഫ് ആയിട്ട് കണക്ഷൻസ് ടു ഒണ്ടാറിയോ എന്നും പറഞ്ഞിട്ട് എൻ്റെ ഫിഷിംഗ് ലൈസൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ, നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഏറെക്കുറെ തിരിയും. അതും അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തു. പിന്നെ അതർ ഡോക്യുമെന്റ്സ് എന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനമുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് കൊടുത്തു. എൻ്റെ വെസ് കൊടുത്തു. പിന്നെ മറ്റേ ഓതറൈസേഷൻ ടു വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ നമുക്ക് വർക്ക് പെർമിറ്റ് കൈ കിട്ടത്തുള്ളൂ, അതുവരെ വർക്ക് ചെയ്യാമെന്നും പറഞ്ഞ IRCCൻ്റെ ഒരു ലെറ്റർ ഉണ്ട്, അത് ഞാൻ കൊടുത്തു. പിന്നെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്രേഡ്സ്, എൻ്റെ ബാച്ചിലേഴ്സിൻ്റെ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ട്. കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്രേഡ്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അന്നേരം നമ്മുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അത് കൊടുത്തു. ബാച്ചിലേഴ്സ് ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. സെന്റിനൽ കോളേജിലെ സർട്ടിഫിക്കറ്റ്, സെന്റിനൽ കോളേജിലെ ട്രാൻസ്ക്രിപ്റ്റ്, ഇത് രണ്ടും ഞാൻ കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് നാട്ടിലെ ബാച്ചിലേഴ്സിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് കൊടുക്കാമെങ്കിൽ കൊടുക്കാം. ഞാൻ ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തിട്ടില്ല,
കൺസോളിഡേറ്റഡ് എൻ്റെ ഇത് മാത്രം കൊടുത്തു. പിന്നെ T4 ഡോക്യുമെന്റ്, T4ന്റെ ഡോക്യുമെന്റും ഇതിൻ്റെ അകത്ത് ഞാൻ അന്ന് കൊടുത്തായിരുന്നു. ഇതെല്ലാം കൊടുത്തപ്പം കുറേ ഡോക്യുമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാൻ നോക്കിയത്. അന്നേരം എല്ലാം കൂടെ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കമ്പൈൻ ചെയ്യുക. T4 സാലറി സ്ലിപ്സ് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു PDF ആക്കിയിട്ട് മെർജ് ചെയ്തിട്ട് ഒന്നിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അന്നേരം ഇത് കൊടുക്കുമ്പം നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വെസ്സിന് ഞാൻ അന്ന് കൊടുത്ത സമയത്ത് യൂട്യൂബൊക്കെ ചെക്ക് ചെയ്തപ്പം ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വെസ്സിനെ നമ്മൾ ഓതറൈസ് ചെയ്യണമെന്ന്. IRCCക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് ആക്സസ് ചെയ്യാൻ വെസ്സിനെ ഓതറൈസ് ചെയ്യണമെന്നൊരു ഓപ്ഷൻ കണ്ടായിരുന്നു. അന്ന് അങ്ങനെ എന്തോ ചെയ്തപ്പോൾ ഒരു $40 അത്ര എന്തോ കൊടുത്ത് IRCCക്കും കൂടെ ഈ നമ്മുടെ വെസ്സിൻ്റെ ഡോക്യുമെന്റ്സിൽ ആക്സസ് ഉള്ള രീതിയിൽ ആക്കി അങ്ങോട്ട് അയക്കാനുള്ള രീതിയിലാണ് ഞാൻ അന്ന് ചെയ്തത്. അന്നേരം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അധികം എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. വെസ്സിൻ്റെ കാര്യം ചെയ്യുമ്പോൾ വെസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ അതുകൂടാണ്ട് അതിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് IRCCനെ ഓതറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമിഗ്രേഷൻ റെഫ്യൂജീസ് കാനഡയെ നമുക്ക് ഓതറൈസ് ചെയ്യാൻ നിങ്ങളുടെ വെസ്സിൻ്റെ ഡോക്യുമെന്റ്സിൽ ആക്സസ് ചെയ്യാൻ എന്നൊരു രീതിയിൽ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുക്കണം. ഞാൻ അത് പല യൂട്യൂബ് വീഡിയോസ് നോക്കിയപ്പോഴും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന് ആ ചെയ്ത സമയത്ത്. അന്നേരം ഞാൻ കൊടുത്തവരോടും അന്വേഷിച്ചപ്പോൾ അവരും ഇങ്ങനെ തന്നെ പറഞ്ഞു. അന്നേരം ഞാനും ഇതേപോലെ തന്നെ ഈ വെസ്സിനെ ഓതറൈസ് ചെയ്തു. അന്നേരം അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ റിജക്ഷൻ വന്ന കേസുകളും ഉണ്ട് എന്ന് കേട്ടു. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പലരോടും അന്വേഷിച്ച് ചോദിച്ച് വെബ്സൈറ്റ്സ് നോക്കി ഫോറംസ് നോക്കിയതാണ്. അങ്ങനെ കുറേ ഫോറംസ് വായിച്ചപ്പോൾ കണ്ടൊരു ഇൻഫർമേഷനാണ് ഈ വെസ്സിനെ ഓതറൈസ് ചെയ്തില്ലെങ്കിൽ റിജക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന്. അന്നേരം അതും ഞാൻ ഓതറൈസ് ചെയ്ത് കൊടുത്തു. അല്ലാണ്ട് അതിൻ്റെ അകത്ത് വേറൊരു കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല എൻ്റെ കേസിൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നാട്ടിൽ പോയ പ്രശ്നമുണ്ടോ? ഇപ്പം ഈ PNP ആപ്ലിക്കേഷൻ ഓടുന്ന സമയത്ത് നിങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു ലീവിങ് പ്രൂഫാണ്. ഞാൻ നാട്ടിൽ പോയായിരുന്നു. എനിക്കൊരു എമർജൻസി വന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നുകൊണ്ട് ഈ PNP ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരികയാണ് ചെയ്തത്. അന്നേരം അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ എനിക്ക് വന്നില്ല. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ONPക്ക് ഒരു മെയിൽ അയച്ചു, എനിക്ക് എമർജൻസി ആയിട്ട് പോകണം, നാട്ടിൽ പോകണം, ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന ആവശ്യം കൊണ്ട് എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് ഞാനൊരു മെയിൽ അയച്ചു. അവരതിന് റിപ്ലൈ ഒന്നും തന്നൊന്നുമില്ല. പക്ഷേ എവറിത്തിങ് വെൻ സ്മൂത്ത്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം സ്മൂത്തായി പോയി. അത്രേ ഉള്ളൂ അതിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഏറെക്കുറെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാൻ ഇല്ല. പക്ഷെ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് എല്ലാം നോക്കി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും ഓരോ ഡോക്യുമെന്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ കൂടെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ ചെയ്ത സമയത്ത് ഞങ്ങളൊരു 3 പേരുണ്ടായിരുന്നു. ഞാനൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റായി കഴിയുമ്പോൾ ആ കൂടെയുള്ള കൂട്ടുകാരന് കൊടുക്കും, നീ ഇതൊന്ന് വെരിഫൈ ചെയ്യുക, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ 2-3 തവണ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴാണേലും കൂടെയുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒന്ന് വെരിഫൈ ചെയ്യിപ്പിക്കുക. എന്തെങ്കിലും ഒരു മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു സാധനം മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഈ അറിയാവുന്ന കാര്യം എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു തരത്തിലുള്ള ലീഗൽ അഡ്വൈസ് അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എനിക്ക് തോന്നിയ കാര്യങ്ങളോ എനിക്ക് മിസ്സായിട്ടുള്ള കാര്യങ്ങളോ എന്തേലും പറഞ്ഞു തരണമെന്ന് തോന്നിയ കാര്യങ്ങളോ എല്ലാം കൂടെ ഒന്നിച്ചൊരു കമ്പൈൽ ചെയ്തൊരു വീഡിയോ ആക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching this video. See you on the next video. Bye. And this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams.